ഡിസ്പ്ലേ പൊട്ടിയ ഫോൺ എത്ര നാളിങ്ങനെ കൈക്കൊണ്ട് നടക്കും? ഒന്ന് നന്നാക്കിക്കൂടെ? ഈ ചോദ്യം സ്ഥിരമായി കേൾക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നേരെ വിട്ടോളൂ റോയൽ കൊച്ചിൻ മൊബൈൽസിലേക്ക്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സർവീസസ്, അൺലോക്കിംഗ് സർവീസസ്, ചിപ്പ് ലെവൽ സർവീസസ്, അതുപോലെ തന്നെ വാട്ടർ ഡാമേജ്, ഗ്ലാസ് റിപ്ലേസ്മെൻറ്റ്, ഇങ്ങനെ എല്ലാവിധ സർവീസസും സാധാരണ ഫോൺ മുതൽ ഐഫോൺ വരെ നിങ്ങൾക്ക് 30 ദിവസത്തെ സർവീസ് വാറണ്ടിയോടെ ശരിയാക്കിയെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിലൊരു കേടായ ഫോണുണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിലും കം ടു റോയൽ കൊച്ചിൻ മൊബൈൽസ്. സോ നോ മോർ ബ്രേക്സ്, ഓൺലി റോയൽ കൊച്ചിൻ മൊബൈൽസ്. ആലുവ ചൂണ്ടിയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. ആലുവ ചൂണ്ടിക്കവലയിൽ റോഡിലെ കുഴിയിൽ ചാടിയ ഇരുചക്ര വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണ യുവാവിന് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ആലുവ മലയപ്പള്ളി വാര്യത്ത് ശിഹാബിനാണ് പരിക്കേറ്റത്. കൈക്കും തലക്കുമാണ് പരിക്കേറ്റത്. ഇയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരക്കേറിയ റോഡിലെ വലിയ കുഴിയിൽ വെള്ളക്കെട്ടിൽ ചാടി നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. റോഡിന് കുറുകെയുള്ള കലങ്ക് അടഞ്ഞുപോയതോടെയാണ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതെന്ന് സമീപത്തെ കച്ചവടക്കാർ പറയുന്നു. വർഷങ്ങളായി സ്ഥിരമായി മഴ ആരംഭിക്കുമ്പോൾ കുഴി രൂപാന്തരപ്പെടുകയും പലരും അപകടത്തിൽപ്പെടുകയും മാരകമായ പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. 5-6 വർഷത്തോളമായി എല്ലാ വർഷവും നമ്മൾ ഇത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തന്നെയുമല്ല ആ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് ഇങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 3-4 ദിവസങ്ങൾക്ക് മുൻപ് പത്രവാർത്തകളെ അടിസ്ഥാനമാക്കി നമ്മൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കൃത്യമായ നിവേദനം നൽകുകയും മിനിഞ്ഞാന്ന് ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളതാണ്. ദൗർഭാഗ്യവശാൽ ഇന്നലെ രാത്രി 10 മണിക്ക് ഇവിടെ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ ഈ നിറഞ്ഞു കിടക്കുന്ന ഗട്ടറിൽ വെള്ളം കാരണം ഗട്ടർ മനസ്സിലാവാതെ ആ ഗട്ടറിൽ വീണ് ഗുരുതരമായ പഴുക്ക് ഉണ്ടാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. ആലുവ മൂന്നാർ റോഡിൽ പഴങ്ങനാടി അടക്കം തിരിഞ്ഞു പോകുന്ന പ്രധാന കവലയാണിത്. തിരക്കേറിയ സമയങ്ങളിൽ വാഹനക്കുരുക്കായതിനാലാണ് വാഹനം മറിഞ്ഞാലും വലിയ പരിക്കുകൾ ഒഴിവാകുന്നത്. എന്നാൽ രാത്രിയിൽ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഇതേ സമയത്ത് നല്ല മഴ കൊണ്ടുപിടിച്ച സമയത്ത് നമ്മൾ ഈ വലിയ ഒരു വാർത്താ ചാനലുകൾ വഴിയാണെങ്കിലും ലൈവ് ചെയ്തിട്ടും നമ്മൾ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാണിക്കുകയും ഇവിടെ 250 കടകളിൽ കയറി ഇറങ്ങി ഒപ്പ് ശേഖരണം നടത്തി PWDക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളും കടക്കാരും അടക്കം ഇവിടെ ഒരു വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിലെ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല, അത്രക്ക് ബ്ലോക്ക് ഉണ്ട്. ഈ മഴയും ഈ ഗട്ടറും ബ്ലോക്കും കൂടി ആവുമ്പോൾ ഇവിടെയുള്ള കടക്കാർക്കുമാണെങ്കിലും ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്കാണെങ്കിലും വഴിയാത്രക്കാർക്കാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഒരു കുട്ടി 3 വയസ്സായ കുട്ടി റോഡിൽ വീണ് അതിന്റെ മുഖം മൊത്തം ഒരഞ്ഞ് അച്ഛനും അമ്മയ്ക്കും പരിക്ക് വന്ന് രാജഗിരിയിലായിരുന്നു. അതുകൂടാണ്ട് തന്നെ ഒരു ഭാര്യയും ഭർത്താവും സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനം വീണ് അവരെ ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവർക്ക് ട്രീറ്റ്മെന്റ് നൽകുകയും ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ആലുവ.